ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ LDFനാണ് വിജയസാധ്യതയെങ്കിൽ അവിടെ UDF ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് ഇട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ UDFനാണ് വിജയസാധ്യതയെങ്കിൽ അവിടെ LDF ദുർബലരായ സ്ഥാനാർത്ഥികളെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുവരാൻ കഴിയുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെയാണ് ഇടതും വലതും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിരിക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട് വിജയ പ്രതീക്ഷ? വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എതിർചേരിയിലായിരുന്നപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരാൾ കൂടിയാണ്. ദേശീയതയേക്കാൾ ഉപരി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിച്ചത്. ദേശീയത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലുപരിയായി താഴെത്തട്ടിൽ ജനങ്ങൾക്കാവശ്യമായ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എത്രയോ നാളുകളായി മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലിരുന്ന കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ NDAക്ക് സാധിച്ചെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. താഴെത്തട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NTA സജീവമായ പ്രവർത്തനങ്ങൾ വളരെ നാളുകളായി നടത്തിയതിന്റെ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായി സാധിച്ചത്. അത് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയ സാധ്യതയാണ് കേരളത്തിൽ തെളിയുന്നത്. BJP അസാധ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഏത് മേഖലയിൽ ചെന്നാലും BJPയോട് അനുഭാവമുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് കാണാനായി സാധിച്ചിട്ടുള്ളത്. സർവേ പ്രകാരമുള്ള വിജയം സുനിശ്ചിതമാണ്. അതിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെയും ഒരു ശുഭപ്രതീക്ഷ. BJPയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് LDFും UDFും ഒന്നായി മുന്നോട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇടതും വലതും ഒന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം BJP എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടത്തി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരമാവധി വോട്ടുകൾ നേടിയെടുക്കുന്നുള്ള പരിശ്രമമാണ് താഴെത്തട്ടിൽ ബൂത്ത് തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്നുള്ളത്. 2005 പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടുകളൊന്നും നിർണായകമായിരുന്നില്ല. പക്ഷെ ഇന്ന് നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടി ഓരോ ദിവസം ചെല്ലുന്തോറും അനുദിനം വോട്ടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. മോദിജി കേരളത്തിലോട്ടുള്ള വരവും അതിലുപരിയായി കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകൾ, എല്ലാ കാര്യങ്ങളിലും കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകൾ തന്നെയാണ് BJPയുടെ ഈ അസാധ്യമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.